മരീചിക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി ഉള്ള ഒരു സംഭവമാണ് നമ്മൾ പറയുവാൻ പോകുന്നത്. ഈ കഥ രണ്ട് വിധത്തിലാണ് പറയുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് അതെങ്ങനെയാണ് രണ്ട് ഭാഗമായിട്ട് രണ്ട് വിധത്തിൽ പറയുന്നത് എന്ന് നമുക്ക് പറഞ്ഞുതരാം. ഇവിടെ ഭക്തി എന്ന ഒരു സംഗതിയാണ് നമ്മൾ പറയുന്നത്. ഹസ്തിനപുരത്തിലെ മഹാമന്ത്രിയായിരുന്നു വിതുരർ. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ വിതുരരെ കാണുന്നതിനായി അവിടെ എത്തുകയും തത്സമയം വിതുരർ അവിടെ ഇല്ലാതിരുന്നു. വിതുരർ അവിടെ ഇല്ലായിരുന്ന സമയത്താണ് ഭഗവാൻ എത്തുന്നത്. ഭഗവാൻ ഒത്തിരി കാലങ്ങൾ കൂടിയാണ് വിതുരരുടെ ഭാര്യ ഭഗവാനെ കാണുന്നത്. അങ്ങനെ അതിയായോ ഞങ്ങളുടെ കൊട്ടാരത്തിൻ്റെ സമമായ ഗൃഹം തന്നെയാണ് വിതുരർ താമസിക്കുന്നത്, ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് ഭഗവാൻ എഴുന്നള്ളിയല്ലോ എന്നുള്ള ആദി കൊണ്ട് ഭഗവാനെ കണ്ട് തന്നെത്താനെ മറന്ന് ആകപ്പാടെ ഇവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥയായിപ്പോയി. അങ്ങനെ ഇവർ ഭഗവാനെ കാലൊക്കെ കഴുകി ഭഗവാനെ ആനയിച്ച് കൊണ്ടുവന്ന് പീഠത്തിലിരുത്തി, സിംഹാസനത്തിന് സമമായിരിക്കുന്ന പീഠത്തിൽ കൊണ്ട് ഭഗവാനെ ഉപവിഷ്ടനാക്കി ഇരുത്തിയതിന് ശേഷം ഭഗവാൻ എന്താണ് കൊടുക്കേണ്ടത് അവർക്കറിയത്തില്ല. അപ്പോൾ വിതുരരെ വിളിക്കുന്നതിന് വേണ്ടി കൊട്ടാരത്തിലേക്ക് ആളെ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് വിതുരർ അപ്പോൾ കൊട്ടാരത്തിലാണ്, ഹസ്തിനപുരത്തിലാണ്. ഇവർ വന്നിരിക്കുന്നത് മന്ത്രിയുടെ മന്ദിരത്തിലാണ്. അപ്പോൾ അവിടെ ഇന്ന് ഓടിയ ആൾക്കാർ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് ഇവിടെ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത്, ഭഗവാൻ എന്താണ് കൊടുക്കേണ്ടത് എന്നൊന്നും അറിയാതെ വിഷമിച്ചു. അപ്പോൾ അവിടെയാണൊരു പഴം അവിടെ ഇരിക്കുകയാണ്. ഈ പഴം പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഭഗവാനെ ഇരുത്തിയിട്ട് ഇവർ മുട്ടിൽ നിൽക്കുകയാണ്. മുട്ടിൽ നിന്നിട്ട് ഭഗവാന്റെ കാൽക്കിലെ മുട്ടിൽ നിന്നിട്ട് ഭഗവാന് ഓരോ പഴവും ഇരിഞ്ഞിട്ട് അത് പൊളിച്ചെടുക്കുമ്പോൾ ആദ്യം വരുന്നത് എന്താണ്? അതിൻ്റെ തൊലിയാണ് അല്ലേ. ആ തൊലി ഭഗവാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ അത് വാങ്ങി തിന്നെ പഴം മുഴുവൻ താഴെ കിടക്കുക. പഴം മുഴുവൻ താഴെ കിടക്കുന്നു, തൊലി മുഴുവൻ ഭഗവാൻ കൊടുക്കുന്നു. ഭഗവാൻ ഇങ്ങനെ തൊലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിതുരർ കയറി വരുന്നത്. വിതുരർ കയറി വന്നപ്പോഴേ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഭഗവതി കാണിക്കുന്നത്, എന്താണ് അവിടുന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ഭഗവാനെ ആക്ഷേപിക്കുന്നത് തുല്യമില്ല. എന്താണ് ഭഗവാന് തൊലിയെല്ലാം കൊടുത്തിട്ട് പഴമെല്ലാം താഴെ ഇട്ടിരിക്കുന്നു. ഭഗവാനെ അവിടുന്നെങ്കിലും പറയാമായിരുന്നുവല്ലോ, ഈ തൊലിയാണ് എനിക്ക് തരുന്നത്, പഴം തരൂ എന്ന് പറയത്തില്ലായിരുന്നുവോ? എന്ത് അവിവേകമാണ് ഈ കാണിക്കുന്നത്? അടിയനോട് ക്ഷമിക്കണം, അടിയൻ്റെ പത്നിയോടും ഭാര്യയോടും ക്ഷമിക്കണം. വലിയൊരു അപരാധമായി പോയി. ഭഗവാന് തൊലി കൊടുത്ത് ഭഗവാനെ തൊലി തീറ്റിച്ചു എൻ്റെ ഗൃഹത്തിലെത്തിയപ്പോൾ അത് എന്ത് സംഭവിക്കുകയില്ല എന്നുള്ളത് അറിയാൻ മേലാത്ത ഒരു അവസ്ഥയായിപ്പോയി വിതുരർക്കും. അപ്പോഴാണ് ഈ ഭാര്യ ഇത് ശ്രദ്ധിച്ചത്. വിതുരരുടെ വാക്ക് കേട്ടുകൊണ്ട്, ഭർത്താവ് പറയുന്നത് കേട്ടുകൊണ്ട് ഇത് ശ്രദ്ധിക്കുകയാണ്. അയ്യോ, ഭയങ്കരമായ അബദ്ധമായിപ്പോയി. ഇവരുടെയും മനസ്സ് തകർന്നു. ആകപ്പാടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് ഒന്നും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട്, ആ പുഞ്ചിരിയോടുകൂടി തന്നെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് എന്തു തന്നു എന്നുള്ളതല്ല, എങ്ങനെ തന്നു എന്നുള്ളതാണ്. ഭക്തിയില്ലാത്തവൻ എനിക്ക് ത്രിലോകങ്ങൾ മുഴുവൻ തന്നാലും ഞാനത് സ്വീകരിക്കുകയില്ല, ഒരിക്കലും സ്വീകരിക്കുകയില്ല. ത്രിലോകങ്ങൾ മുഴുവൻ തന്നാലും ഭക്തിയോടുകൂടി എന്ത് തരുന്നുവോ അതിനെ ഞാൻ സ്വീകരിക്കും എന്നാണ്. അതാണല്ലോ കുചേലൻ കക്ഷത്തിൽ വെച്ച് കല്ലും നെല്ലുമൊക്കെ നിറഞ്ഞ അവൽ കൊണ്ടുവന്നു. അത് കക്ഷത്തിൽ വെച്ച് അതിൽ വേർപ്പ് വരെ ഉണ്ടായിരുന്നു എന്നാണ്. ദൂരെ യാത്ര ചെയ്ത് നടന്നു വരികയല്ലേ തുണിയിൽ പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചുകൊണ്ട്. അതാണ് ഭഗവാൻ വാരിത്തിന്നത് അല്ലേ. അത് തിന്നാൻ ആയതല്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ലക്ഷ്മി ഭഗവതി കയറി ഭഗവാന്റെ കയ്യിൽ പിടിച്ചത് അല്ലേ.
അങ്ങനെ ഭാര്യയെ കയറിയത് തടയുകയും ഒക്കെ ചെയ്തു. അത് യോഗ്യമായ ഒരു ഭക്ഷണം ആയിരുന്നു ഇല്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഭക്തിയോടെ എന്താണ് ഭഗവാന് സമർപ്പിക്കുന്നത്? നമ്മൾ വലിയ വിളക്ക് അല്ലെങ്കിൽ വലിയ അമ്പലത്തിൻ്റെ താഴികക്കുടവും ഒക്കെ നമ്മൾ മേടിച്ച് കൊടുത്തിട്ട് പറയും അത് എൻ്റെയാണ്. എൻ്റെയാണെന്ന് പറയുമ്പോൾ അവകാശം എൻ്റെ മേളിൽ, അതിൻ്റെ മുകളിൽ അവകാശം എനിക്ക് ഇപ്പോഴും കിടക്കുകയാണ്. ആ വിളക്ക് എൻ്റേതാണ്. അവകാശം കിടക്കുമ്പോൾ അത് ഭഗവാന്റെ ആകുമോ? ഇല്ല. നമ്മൾ ഭഗവാന് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ഭഗവാന്റെ ആയി. പിന്നെ അതിന് അതുമായിട്ട് യാതൊരു ബാധ്യതയുമില്ല. നമുക്കതിൽ ബന്ധമില്ല. ബന്ധം സ്ഥാപിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ എൻ്റെ നാമധേയം അതിൽ എഴുതി വെക്കുന്നതോടുകൂടി അത് എൻ്റേത് തന്നെയായി എന്നും തുടരും. അല്ലേ? എൻ്റെ സാധനം ഭഗവാൻ ഉപയോഗിക്കുന്നു. തൃപ്പാറ സമർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭഗവാന്റേതായി തീർന്നു. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ആകുന്നത്? അപ്പം ഒരു സാധനവും സമർപ്പിക്കുമ്പോൾ അതിൽ പേരെഴുതാൻ പാടില്ല. പറ്റുമെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പേരെഴുതുക, ആ പ്രസ്ഥാനത്തിൻ്റെ പേരെഴുതുക, ഭഗവാന്റെ പേരെഴുതുക, തൃപ്പാറ സമർപ്പണമെന്ന് എഴുതാം. അല്ലെങ്കിൽ അത് സ്വീകരിക്കണം ഭഗവാനെ എന്ന് എഴുതാം. അപ്പം ഈ കൊടുക്കുന്ന ആളുടെ പേരെഴുതിയാൽ അത് ഒരു അവകാശമായി. അവകാശം എന്നും കിടക്കുന്നുള്ളതും കാലം ഒരിക്കലും ഭഗവാന്റെ സ്വന്തമല്ല. അപ്പോൾ ഒരു പൂ പറിച്ച് കൊണ്ടുവന്ന് നമ്മൾ പൂ ഇറുത്ത് കൊണ്ടുവന്ന് വെച്ചാലും അത് ഭക്തിയോടുകൂടി സമർപ്പിക്കുക എന്നുള്ളതാണ്. മന്ത്രവും തന്ത്രവും ഒക്കെ പഠിച്ചവർ അഹങ്കാരത്തോടുകൂടി അർച്ചന നടത്തുമ്പോൾ അതിനേക്കാളും വലുത് ഒരു ഭക്തൻ കൊണ്ടുവന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ എനിക്കൊന്നുമില്ല, എനിക്ക് സമർപ്പിക്കുവാൻ പണമില്ല, ഇതേ അടിയൻ്റെ കയ്യിലുള്ളൂ എന്നുള്ള ആത്മാർത്ഥ ബോധത്തോടുകൂടി തൃപ്പാദ കാണിക്ക ആയി വെക്കുമ്പോൾ ഈ വളരെ തന്ത്രികളും ആയിട്ടിരിക്കുന്നവരോ പുരോഹിതന്മാരായിട്ടിരിക്കുന്നവരൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ട് തീരും. അറിയാൻ പാടില്ലാത്തവൻ എല്ലായ്പ്പോഴും എന്താണ്? ഭയത്തോടുകൂടിയാണ്. ദൈവമേ, ഇത് ശരിയാകുന്നുണ്ടോ? ഭഗവാൻ ഇത് സ്വീകരിക്കണം, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള ഭാവം ഉള്ളിൽ ആ ചിന്തയുണ്ട്. അവന് ഭയമുണ്ട്. ഭയക്കുമ്പോഴും വിശക്കുമ്പോഴും ഭക്തി ഉണ്ടാകുമെന്നാണല്ലോ. അവൾ ഭക്തിയോടുകൂടി ഉള്ള സമർപ്പണം ഭഗവാൻ എല്ലായ്പ്പോഴും സ്വീകരിക്കുക തന്നെ ചെയ്യും. വിഭക്തിയേക്കാളും വലുതാണ് ഭക്തി എന്ന് നമുക്കറിയാമല്ലോ. പൂന്താനത്തിൻ്റെ കാര്യത്തിൽ മേൽപ്പത്തൂർ ആ എന്താണ് നാരായണി എഴുതിയ ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന വായിക്കാത്തത് കൊണ്ട് ഭഗവാൻ മേൽപ്പത്തൂരിന് ശിക്ഷ കൊടുത്ത കാര്യവും നമുക്കറിയാവുന്നതാണല്ലോ. ഏതായാലും അങ്ങനെ ഭഗവാന്റെ വായിൽ നിന്ന് തന്നെയാണ് ഭഗവാൻ ഈ തിരുമൊഴികൾ അരുളി ചെയ്തത്. ഈ ചാനലിലെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പുതിയ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ കൂടി അമർത്തുക. പുതിയ പുതിയ വീഡിയോകൾ കേൾക്കുന്നതിനായിട്ട് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിച്ചു.